നമസ്കാരം. ഇന്ന് 2024 ഏപ്രിൽ 27 ശനി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വം നിറവേറ്റണം. ബി.ജെ.പി. സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റുന്നെന്ന പരാതിയിൽ പുതുമയില്ല. കഴിഞ്ഞ 10 വർഷം ഈ ദിശയിൽ എത്രയോ സംഭവങ്ങളുണ്ടായി. CAG ഓഫീസ്, ഗവർണർമാരുടെ ഓഫീസുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് പുറമെ ഇഡിയും CBIയും അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും ശാഖകളായി മാറുന്ന സ്ഥിതിയുണ്ടായി. നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വ്യഗ്രത കാട്ടിയെന്ന ആക്ഷേപം പലതവണ ഉയർന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ്. വിശദീകരണം തേടി മോദിക്ക് നേരിട്ട് നോട്ടീസ് നൽകാനുള്ള ആർജവം പോലും കമ്മീഷൻ കാട്ടുന്നില്ല. മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് മോദിയിൽ നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നത്. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നവരാണെന്നും രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മോദി ആരോപിച്ചത് ജനാധിപത്യ വിശ്വാസികളെ നടുക്കി. സംഘപരിവാർ ബന്ധമുള്ളവർ നേരത്തെ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അതൊക്കെ തീവ്രവാദ നിലപാടുള്ളവരുടെ അഭിപ്രായം മാത്രമാണെന്ന മട്ടിൽ ബി.ജെ.പി. നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പിന്നീട് ബി.ജെ.പി. നേതാക്കളിൽ ചിലർ തന്നെ തീവ്ര വർഗീയ പരാമർശങ്ങൾ നടത്തി. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വർഗീയ വിഭജനം ലക്ഷ്യമിട്ടുള്ള പ്രസംഗങ്ങൾ ആവർത്തിച്ചു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഈ ശൈലിയിൽ കുപ്രസിദ്ധി നേടി. തീവ്ര വർഗീയ പരാമർശങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങളാണ് ബംഗാളിൽ മോദിയും അമിത്ഷായും നടത്തിവരുന്നത്. മോദി രാജസ്ഥാനിൽ നടത്തിയ പരാമർശങ്ങൾ എല്ലാം അതിരുവിട്ടപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു. സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത ആരോപണങ്ങളാണ് വർഗീയതയിൽ ചാലിച്ച് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. രാഷ്ട്രീയ സത്യസന്ധതയോ സാമാന്യ മര്യാദയോ പുലർത്തുന്നവർ വോട്ട് നേടാൻ ഇത്തരം മാതൃക സ്വീകരിക്കില്ല. ആരെങ്കിലും ഈ മാർഗം അവലംബിച്ചാൽ അവരെ നിയന്ത്രിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒരേ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയില്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്ക്രിയത്വം പാലിച്ചു. ഒടുവിൽ ഈ പരാമർശത്തിന്റെ പേരിൽ ബി.ജെ.പി. അധ്യക്ഷൻ JP നദ്ദയ്ക്ക് നോട്ടീസ് അയക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും നോട്ടീസ് നൽകി. മോദിയുടെ വിഷലിപ്ത പ്രയോഗം ലഘൂകരിച്ച് കാണാനാണ് ശ്രമം. ബി.ജെ.പി. അധികാരത്തിൽ വന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പരിശോധിച്ചാൽ ഇതിൽ അതിശയത്തിന് വകയില്ല. പ്രധാനമന്ത്രിക്ക് ഉദ്ഘാടനങ്ങളും കല്ലിടലുകളും നടത്താൻ അവസരം ലഭിക്കാത്ത വിധം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീട്ടിയതായി ആക്ഷേപം ഉയർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയിന്മേൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ക്ലീൻചിറ്റ് നൽകുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ലവാസയ്ക്ക് നേരിട്ട ദുരനുഭവം ഏറെ ചർച്ചയായി. വിയോജനക്കുറിപ്പ് എഴുതിയതിന് പിന്നാലെ ലവാസയുടെ കുടുംബങ്ങളെ ആദായ നികുതി വകുപ്പ് വേട്ടയാടി. ഒടുവിൽ ലവാസ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ് മോദി സർക്കാരിന്റെ കാലത്തെ മറ്റൊരു കറുത്ത അധ്യായമായി. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവർ അടങ്ങിയ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കേണ്ടതെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ പുതിയ നിയമം കൊണ്ടുവന്നു. ചീഫ് ജസ്റ്റിസിനെ നിയമന സമിതിയിൽ നിന്ന് ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചതിനെ തുടർന്ന് 2 അംഗങ്ങളെ തിരക്കിട്ട് നിയമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടുമുമ്പാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാരിന്റെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയതിന്റെ വിപത്താണ് രാജ്യം നേരിടുന്നത്. ഭരണഘടനാപരമായി നിക്ഷിപ്തമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.